Hi, my dear children, how are you? Welcome to our English class. Okay, now do you remember the last class? What was the topic? Yes, it was about a lonely boy and a puppy. How was that? Was that interesting? Of course, because we all love puppies and most of us will have a puppy at home. Right? കുട്ടികളെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഒരു പപ്പിക്കുട്ടിയുടെ കഥയായിരുന്നു പഠിച്ചത് അല്ലേ? വളരെ രസകരമായ ഒരു കഥയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമായിരുന്നില്ലേ? അതെ അല്ലേ? നമ്മുടെ വീടുകളിലും നമ്മൾ നായ്ക്കുട്ടികളെയൊക്കെ ഓമനിച്ച് വളർത്താറുണ്ട് അല്ലേ? So, today we are going to see another boy with a balloon. It's a very interesting story. The name of the story is The Boy and the Balloon. It is written by Albert Lamouris. ഇന്ന് നമുക്ക് ബലൂണുള്ള മറ്റൊരു കുട്ടിയെ കണ്ടാലോ? വളരെ രസകരമായ ഒരു കഥയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ പാഠത്തിൻ്റെ പേര് ദ ബോയ് ആൻഡ് ദ ബലൂൺ. ഇത് എഴുതിയത് ആൽബ്രട്ട് ലാമോറിസ്. A 7 years old boy is walking on the pavement. Then he sees a dog and bends to pet it. He goes down a flight of steps and disappears. ഏകദേശം 7 വയസ്സുള്ള ഒരു ആൺകുട്ടി നടപ്പാതയിലൂടെ നടന്നു വരികയാണ്. അവനൊരു നായ്ക്കുട്ടിയെ കാണുകയും അതിനെ താലോലിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പടികളിറങ്ങി അവൻ താഴത്തേക്ക് നടന്ന് പോകുകയാണ് ചെയ്യുന്നത്. After some time he appears with a small bag. He starts walking and stops by a lamppost and looks up. Then he looks to everywhere. He puts down the bag and climbs the post. He frees a big balloon from the post. Then, holding the string of the balloon between his teeth and the bag in his hand, he walks down the step. കുറച്ച് സമയത്തിന് ശേഷം കുട്ടി ഒരു ചെറിയ ബാഗും പിടിച്ച് പടികൾ ഇറങ്ങി വരുന്നത് കാണാം. എന്തോ അവൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട്. അവൻ മുകളിലേക്ക് നോക്കുന്നുണ്ട്. കുട്ടി ഒരു വിളക്ക് കാലിൻ്റെ സമീപത്ത് വന്ന് നിൽക്കുകയാണ്. ചുറ്റും നോക്കി അവിടെ ആരുമില്ലെന്ന് അവൻ ഉറപ്പുവരുത്തി. എന്നിട്ട് കയ്യിലിരുന്ന ബാഗ് നിലത്ത് വെച്ച് അവൻ വിളക്ക് മരത്തിലേക്ക് കയറുകയാണ്. വിളക്ക് മരത്തിന് മുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വലിയ ബലൂൺ കുട്ടി എടുക്കുന്നു. ബലൂൺ കെട്ടിയ ചരട് കടിച്ചു പിടിച്ചുകൊണ്ട് ബാഗും കയ്യിലെടുത്ത് അവൻ പടികളിറങ്ങി നടന്ന് പോകുകയാണ്. So, now it's clear to you and let me ask you some question. First one, where is the boy walking on? The boy is walking on the pavement. Next, what did the free from the post? He freed from the post a big balloon. Then,
The boy starts walking through a busy street. He holds the bag in one hand and the balloon in the other. People look at him with surprise. He stops at a bus stop and waits for bus. When the bus comes, the conductor does not allow him to get in. It disappoints him. He starts running. Finally, he reaches to a door on the street. He knocks at the door and gets in. It is a public school for boys. കുട്ടി തിരക്കേറിയ നിരത്തിലൂടെ നടക്കുകയാണ്. അവൻ്റെ ഒരു കയ്യിൽ ബാഗും മറ്റേ കയ്യിൽ ബലൂണും പിടിച്ചിട്ടുണ്ട്. ആളുകൾ അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം എന്താണ്? കുട്ടിയുടെ കയ്യിൽ വലിയൊരു ബലൂൺ പിടിച്ചിട്ടുണ്ട്. ബസ് കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് കുട്ടിയും ചെന്ന് നിൽക്കുകയാണ്. ബസ് വന്ന് നിൽക്കുകയും ആളുകളെല്ലാവരും കൂടി ബസ്സിൻ്റെ പുറകിലത്തെ വാതിലിൽ കൂടി കയറുകയും ചെയ്യുന്നു. കുട്ടിയും കയറാനുള്ള ശ്രമം നടത്തിയെങ്കിലും അവൻ്റെ കയ്യിലെ ബലൂണിലേക്ക് ചൂണ്ടി കണ്ടക്ടർ അവനെ ബസ്സിൽ കയറ്റാതെ പോകുകയും ചെയ്തു. കുട്ടി നിരാശയോടെ അകന്നു പോകുന്ന ബസ്സിനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അവൻ എന്തു ചെയ്തു? പെട്ടെന്ന് തന്നെ അവന് ഓടി പോകാൻ തുടങ്ങി. വഴിയാത്രക്കാരെല്ലാവരും അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവസാനം അവൻ തെരുവിലെ ഒരു വലിയ ഗേറ്റിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അവൻ വാതിലിൽ മുട്ടുകയും വാതിൽ തുറന്ന് അകത്ത് പ്രവേശിക്കുകയും ചെയ്തു. അത് ആൺകുട്ടികളുടെ ഒരു പബ്ലിക് സ്കൂള് ആയിരുന്നു. വാട്ട് ഈസ് ഹി വെയിറ്റിംഗ് ഫോർ? ബസ്. വെയർ ഈസ് ഹി ഗോയിങ് ടു? സ്കൂൾ. The boy enters the schoolyard. He gives the balloon to the sweeper and goes to the classroom. A teacher notices everything from the window and writes something in his book. കുട്ടി സ്കൂൾ മുറ്റത്ത് പ്രവേശിക്കുകയും ഒരാളപ്പോൾ മുറ്റമടിക്കുന്നത് കാണാം. ബലൂണുമായി അവന് അയാളുടെ അടുത്തേക്ക് നടക്കുകയാണ്. കുട്ടി അയാളോട് ചോദിച്ചു, എൻ്റെ ബലൂൺ ഒന്ന് പിടിക്കാമോ? അയാൾ അത് വാങ്ങി കയ്യിൽ വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? കുട്ടി ക്ലാസ്സിലേക്ക് ഓടിപ്പോകുകയും ചെയ്തു. ജനലിൽ കൂടെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. ആരായിരുന്നു? അവൻ്റെ ടീച്ചറായിരുന്നു. അദ്ദേഹം കുട്ടിയെയും ജോലിക്കാരനെയും മാറി മാറി നോക്കിയതിന് ശേഷം കയ്യിലിരുന്ന നോട്ട്ബുക്കിൽ എന്തോ ഒന്ന് എഴുതുകയും ചെയ്തു. A woman is waiting outside the school door with an open umbrella. The children rush out. A boy holds her hand and walks away. The boy comes out with the balloon and runs into the street. It is drizzling. The boy runs after a man with an open umbrella and gets shelter under it. He keeps the balloon under the umbrella. Finally, the man reaches his destination. Then the boy looks around for someone else with an umbrella. ഒരു സ്ത്രീ സ്കൂൾ വാതിലിന് മുമ്പിൽ കുടയും പിടിച്ച് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വാതിൽ തുറന്നതും കുട്ടികളെല്ലാവരും കൂടി പുറത്തേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു. കുട്ടികളിൽ ഒരാൾ ആ സ്ത്രീയുടെ കൈയും പിടിച്ച് അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് നടന്നു പോകുന്നു. സമയത്തിന് ശേഷം കുട്ടി ബലൂണുമായി പുറത്തേക്ക് നടന്നു വരികയാണ്. അവൻ തെരുവിലേക്ക് ഇറങ്ങി ഓടി പോകുന്നു. അപ്പോൾ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. ബലൂൺ നനഞ്ഞു പോകരുതെന്ന് കുട്ടി ആഗ്രഹിക്കുന്നുമുണ്ട്. കുടയും പിടിച്ച് ഒരു വൃദ്ധൻ നടന്നു പോകുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഓടിച്ചെന്ന് അവൻ അയാളോട് എന്തോ ഒന്ന് സംസാരിച്ചു. അപ്പോൾ വൃദ്ധൻ അവനെ കുടയിൽ കയറാനായി അനുവദിക്കുകയും അവർ 3 പേരും കൂടെ കുടയിൽ കയറി പോകുകയും ചെയ്യുന്നു.
അപ്പോൾ കുട ചെറുതായതുകൊണ്ട് കുട്ടിയെയും ബലൂണെയും വൃദ്ധനെയും കൂടി ഉൾക്കൊള്ളാനുള്ള സ്ഥലം കുടയ്ക്കുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടി എന്താണ് ചെയ്തത്? കുട്ടി മഴ നനയുകയും ബലൂൺ മാത്രം കുടയുടെ അടിയിൽ പിടിക്കുകയും ചെയ്താണ് അവൻ പോകുന്നത്. വൃദ്ധന് എത്തേണ്ട സ്ഥലം വരെ അവർ ഒരുമിച്ച് പോകുന്നു. ഒരു തുറന്ന വാതിലിലൂടെ അയാൾ അകത്തേക്ക് കയറി പോവുകയും കുട്ടി പിന്നീട് കുടയുള്ള ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി റോഡരികിൽ നിൽക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി ടീച്ചർ 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹൂ വാസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ് ദ സ്കൂൾ ഡോർ? വുമൺ. അടുത്തത്, ഹൗ ഈസ് ദ ക്ലൈമറ്റ്? ഇറ്റ് ഈസ് ഡ്രിസലിംഗ്. ഇത്രയും കഥ എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കിയാലോ? ഓക്കെ. ഇറ്റ് ഈസ് ഡ്രിസലിംഗ്. Then he sees a woman with an umbrella. He gets shelter under that with her permission. Later he moves to 2 nuns with the umbrella, and one among them allow him to get in. After that he changes to a man with the umbrella. Then a group of mountain soldiers pass by. He then watches a train passing underneath and overbridge. He then runs away and disappears. മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. കുടയുള്ള ഒരു സ്ത്രീയുടെ അരികിലേക്ക് കുട്ടി ഓടി ചെല്ലുകയാണ്. അവൻ അവരുടെ ഒപ്പമെത്തി ബലൂണും പിടിച്ച് അവരുടെ ഒപ്പം നടന്നു പോകുന്നു. പിന്നീട് കുട്ടീനെ കാണുമ്പോൾ കുട്ടി ആരുടെ കൂടെയാണ്? 2 സന്യാസിമാരുടെ ഒപ്പമാണ് നടന്നു പോകുന്നത്. ഒരാൾ കുട്ടിയുടെ ബലൂണ് കുടയുടെ കീഴിൽ പിടിക്കാൻ അവനെ അനുവദിക്കുന്നുമുണ്ട്. പിന്നീട് കുട്ടി എവിടെയാണ് നിൽക്കുന്നത്? പാലത്തിലൂടെ നടക്കുന്ന ഒരാളുടെ കുടക്കീഴിലാണ് ബലൂണും പിടിച്ച് നടന്നു പോകുന്നത്. അപ്പോൾ ഒരു കൂട്ടം കുതിരപ്പടയാളികൾ പോകുന്നത് കാണുന്നു. അതിൽ ഒരാൾ കുട്ടിയെ കൗതുകത്തോടു കൂടി നോക്കുകയാണ്. കാരണം എന്താ? അവൻ്റെ കയ്യിലെ വലിയ ബലൂൺ ഇരിക്കുകയാണ് അല്ലേ? അതാണ് അയാൾ അങ്ങനെ അവനെ നോക്കാൻ കാരണം. പിന്നീട് കുട്ടി എന്ത് ചെയ്യുന്നേ? കുട്ടി ഒരു മേൽപ്പാലത്തിൻ്റെ കൈവരികളിൽ ചാരി നിന്നുകൊണ്ട് താഴെ കൂടി പോകുന്ന ട്രെയിൻ നോക്കി കാണുകയാണ്. പിന്നീട് അവന് ഓടി കാഴ്ചയിൽ നിന്ന് മറയുന്നു. Who all helped the boy from the drizzling? A woman, 2 nuns, a man. Next, what did he see from the overbridge? A train. The boy reaches his home. His mother is waiting for him. After some time, she opened the window and throws the balloon out and closes the window. But it doesn't go away. It hovers around the window. He sees the balloon through the glass window. He opened the door of the window and get the balloon. കുട്ടി അവൻ്റെ വീട്ടിലെത്തുന്നു. അവൻ്റെ അമ്മ അവനെ കാത്തിരിക്കുകയായിരുന്നു. ജനലിലൂടെ അവൻ വരുന്നത് അമ്മ കാണുന്നുണ്ടായിരുന്നു. കുട്ടി എങ്ങനെയായിരുന്നു വരുന്നത്? മഴയത്തൂടി കളിച്ചുകൊണ്ടായിരുന്നു വരുന്നത് അല്ലേ? അപ്പം അമ്മ ഇഷ്ടപ്പെടാതെ ജനലിൻ്റെ കർട്ടൻ വലിച്ചിട്ട് ജനലും കൂടി വലിച്ചടച്ചു. കാരണം എന്താണ്? അവൻ മഴ നനഞ്ഞ് വരുന്നത് കണ്ടിട്ടാണ് അമ്മയ്ക്ക് ദേഷ്യം വന്നത് അല്ലേ? പിന്നെ എന്താണ്? കയ്യിൽ ബലൂണും ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് ജനൽ തുറന്ന് അവർ ബലൂൺ പുറത്തേക്ക് വലിച്ച് എറിഞ്ഞു. ബലൂൺ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ തത്തി കളിക്കുന്നുണ്ട്. എങ്കിലും അവിടെ നിന്നത് പറന്നു പോകുന്നില്ല. അത് അവൻ്റെ വീടിൻ്റെ ജനലിന് സമീപം പറന്ന് നടക്കുകയാണ്.
അവൻ ജനലിലൂടെ ഇതൊക്കെ നോക്കി കാണുന്നുണ്ട് അല്ലേ? അവൻ പതിയെ ജനൽ തുറന്ന് ബാൽക്കണിയിൽ വന്ന് ബലൂണിൻ്റെ ചരടിൽ പിടിച്ച് അതുമായി അകത്തേക്ക് കയറിപ്പോയി. ഇനി 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. വെയർ ഡിഡ് ദ ബോയ് റീച്ച് അറ്റ് ലാസ്റ്റ്? ഹിസ് ഹോം. അടുത്തത്, വാട്ട് ഡിഡ് ഹിസ് മദർ ഡു വിത്ത് ദ ബലൂൺ? ഷീ ത്രോ ഇറ്റ് ത്രോ ദ വിൻഡോ. കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഇതെല്ലാവർക്കും മനസ്സിലായോ ഇത്രയും? എങ്കിൽ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം കൂടി നോക്കിയാലോ? ഓക്കെ. നെക്സ്റ്റ് മോർണിംഗ് വി സീ എ ബിസി സ്ട്രീറ്റ്. ദ ബോയ് ഓപ്പൺസ് ദ വിൻഡോ ആൻഡ് റിലീസ് ദ ബലൂൺ ഇൻ ടു ദ എയർ. He wears the balloon. Be good and obey him. Then the boy goes to school. The balloon follows him. When the boy tries to catch the balloon, but it playfully evades him, he starts walking and the balloon follows him. Then dog sees the balloon and tries to catch it, but escape from the dog. പിറ്റേ ദിവസത്തെ പ്രഭാതം. ജനൽ തുറന്ന് കുട്ടി ബലൂൺ പുറത്തേക്ക് ഇടുകയാണ്. എന്നിട്ട് ബലൂണോട് പറയുകയാണ്, ബലൂണേ, നീ മിടുക്കനാണ്, നീ എന്നെ അനുസരിച്ചോണം എന്ന രീതിയിൽ ബലൂണിൻ്റെ നേർക്ക് അവൻ വിരൽ ചൂണ്ടുന്നു. എന്നിട്ട് അവന് ജനൽ അടയ്ക്കുന്നു. പിന്നീട് എന്താണ് നടക്കുന്നത്? കുട്ടി സ്കൂളിലേക്ക് പോകുകയാണ്. അവനെ ബലൂണും പിന്തുടരുന്നുണ്ട്. അവൻ ബലൂണേ താഴേക്ക് വാ. ബലൂൺ സാവകാശം അവൻ്റെ നേർക്ക് താഴ്ന്നു വരും. അപ്പോൾ കുട്ടി എന്ത് ചെയ്തു? കൈകൾ ഉയർത്തി ബലൂൺ പിടിക്കാൻ തുടങ്ങവേ ബലൂൺ തമാശ എന്നോണം പിടികൊടുക്കാതെ മുകളിലേക്ക് പറന്നു പോകും. അവൻ ബലൂൺ പിടിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് നടപ്പാതയിലൂടെ നടന്നു പോകുകയാണ്. കുട്ടിക്ക് പിടിക്കാൻ പറ്റാത്ത അകലം പാലിച്ച് ബലൂണും കുട്ടിയെ പിന്തുടരുകയാണ് ചെയ്യുന്നത്. ബലൂൺ കുട്ടിയെ പിന്തുടരുന്നത് കണ്ട് ഒരു നായ്ക്കുട്ടി അതിന് നേർക്ക് കുരച്ചുകൊണ്ട് ചാടുന്നു. അത് പിടിക്കുവാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ബലൂൺ എന്ത് ചെയ്തു? പിടി കൊടുക്കാതെ രക്ഷപ്പെട്ട് മാറി പോകുകയും ചെയ്തു. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. ഇനി ഇതിൻ്റെ 2 ക്വസ്റ്റ്യനും കൂടി ടീച്ചർ ചോദിക്കാം. വാട്ട് ഡസ് ദ ബോയ് ലേൺ ദ ബലൂൺ? ബി ഗുഡ് ആൻഡ് ഒബേ ഹിം. അടുത്തത്, വെയർ ഡസ് ദ ബോയ് ഗോ? ഹി ഗോസ് ടു സ്കൂൾ. കുട്ടികളെ, നമ്മൾ പഠിച്ച കഥയുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അവയിൽ വിട്ടുപോയ ഭാഗം അനുയോജ്യമായ അക്ഷരം ചേർത്ത് പൂർത്തിയാക്കി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. അടുത്ത ആക്ടിവിറ്റി. നിങ്ങൾക്കെല്ലാവർക്കും ബലൂൺ വരയ്ക്കാൻ ഇഷ്ടമല്ലേ? എങ്കിൽ നിങ്ങളെല്ലാവരും ബലൂൺ വരച്ച് മനോഹരമായി നിറം നൽകണം. എന്നിട്ട് നിങ്ങളുടെ ടീച്ചറിനത് അയച്ചു കൊടുക്കണം. ഓക്കെ. താഴെ തന്നിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ഇതേ വാക്കുകൾ കോളത്തിലും തന്നിട്ടുണ്ട്. അവ കണ്ടെത്തി നിറം നൽകി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. പ്രിയ മാതാപിതാക്കളെ, തന്നിരിക്കുന്ന ആക്ടിവിറ്റിയിൽ നിന്നും നിങ്ങളുടെ കുട്ടിക്ക് അനുയോജ്യമായവ കണ്ടെത്തി പൂർത്തീകരിക്കുവാൻ കുട്ടിയെ സഹായിക്കുമല്ലോ. So, dear students, how is the story? Did you enjoy it? It is very interesting, isn't it? If you can watch the full movie, try to watch it. Okay. Thank you.